പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ് സിവിൽ സർവീസ് പരീക്ഷ ഫലം പ്രഖ്യാപിച്ച കാര്യം. ഇന്നലെയായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചത്. 1ാം റാങ്ക് നേടിയിട്ടുള്ളത് പ്രയാഗ്രാജിലുള്ള ശാക്തി ദുബെയാണ്. ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. പേഷ്യൻസ്, ക്ഷമ. ഏതാണ്ട് ഒരു 7 വർഷം 2018 മുതൽ 2025 വരെയുള്ള ആ ഒരു 7 ഇയേഴ്സ് ക്ഷമയായിരുന്നു ശാക്തി ദുബെയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേഷ്യൻസ്, ക്ഷമ. രണ്ടാമത്തേത് ഫോക്കസ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള ഫോക്കസ്. സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകണം എന്നുള്ള ഏറ്റവും ടോപ്പ് ലെവൽ വരണമെന്നുള്ള ആ ഒരു ഫോക്കസ് ആയിരുന്നു അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ആ കുട്ടിയെക്കുറിച്ച്. മൂന്നാമത്തേത് സ്ട്രോങ് സെൻസ് ഓഫ് പർപ്പസ് ആയിരുന്നു. വളരെ ഉയർന്ന ലക്ഷ്യബോധം. ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. സോ പേഷ്യൻസ്, ഫോക്കസ്, സെൻസ് ഓഫ് പർപ്പസ്, അതായത് ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുടെയും ഉയർച്ച ഉണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. ഓരോ ദിവസം സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കൂ. ഇന്ന് ഏപ്രിൽ 23, നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യസ് ലാർജസ്റ്റ് ക്രൂയിസ് ടെർമിനൽ ബിഗിൻസ് ഓപ്പറേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ 2025 ഏപ്രിൽ 21 എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ബെല്ലാഡ് പിയർ, മുംബൈ. ക്രൂയിസ് ടെർമിനൽ, കപ്പലുകൾ അടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടെർമിനൽ. നമുക്കറിയാം, ടെർമിനൽസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്ന് അത് എയർപോർട്ടിലാണല്ലേ. എന്നാൽ ക്രൂയിസ് ടെർമിനൽ, ഷിപ്പുകൾ അടുക്കുന്നതിന് വേണ്ടിയുള്ള ടെർമിനൽസ്. ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ക്രൂയിസ് ടെർമിനൽ ആണ് ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. മുംബൈയിലെ ബെല്ലാഡ് പിയറിലാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 21 ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്, അതായത് 2 ദിവസം മുമ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലായ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ 2025 ഏപ്രിൽ 21 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാൾ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 21 ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിന് ഒരേ സമയം എത്ര കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും? 5 കപ്പലുകൾ. 5 കപ്പലുകളാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ക്രൂയിസ് ടെർമിനൽ ആണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ 21 അതായത് ഒരേ ദിവസം തന്നെ 10,000 പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന 5 ഷിപ്പ് ഒരേ സമയം തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്രൂയിസ് ടെർമിനൽ ആണിപ്പോൾ വന്നിട്ടുള്ളത് മുംബൈയിലെ ബെല്ലാഡ് പിയറിലെ. വരാനിരിക്കുന്ന പുതിയ പദ്ധതിയായ വഡ്വഹൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇതേ സമയം തന്നെ, അതായത് ഏപ്രിൽ 21 യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തുറമുഖം, വധാവൻ തുറമുഖം, ഇതിൻ്റെ എഗ്രിമെൻ്റ് കൂടി സൈൻ ചെയ്തു. അതായത് അതിൻ്റെ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ വരാൻ പോകുന്ന വലിയൊരു തുറമുഖമായിരിക്കുള്ളൂ മഹാരാഷ്ട്രയിലെ വധാവൻ പോർട്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് UPSC എക്സാം ശാക്തി ദുബെ സെക്യൂർസ് ഫസ്റ്റ് റാങ്ക്. UPSC പരീക്ഷ ശാക്തി ദുബെ 1ാം റാങ്ക് നേടി. സിവിൽ സർവീസ് പരീക്ഷ അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചു. ഇന്നലെയായിരുന്നു ഫലം പ്രഖ്യാപനം. ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ് UPSC സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള വാർത്തകൾ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിവിൽ സർവീസ് പരീക്ഷ 2024 UPSC അന്തിമ ഫലങ്ങളിൽ ആരാണ് ഒന്നാമതെത്തിയത്? ശാക്തി ദുബെ. UPSCയിലെ ഏറ്റവും ടോപ്പർ ആണ്. 2024 UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഓൾ ഇന്ത്യ റാങ്കിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ശാക്തി ദുബെയാണ്. 2018 മുതൽ 2025 വരെ, അതായത് 7 വർഷത്തെ പ്രയത്നമാണ് ശാക്തി ദുബെയിലുള്ളത്. യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദിൽ ഗ്രാജുവേഷൻ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു ശാക്തി ദുബെ. പോസ്റ്റ് ഗ്രാജുവേഷൻ ബയോകെമിസ്ട്രിയിലായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ്. 2024 സിവിൽ സർവീസ് പരീക്ഷയിലെ അന്തിമ ഫലത്തിൽ വിവിധ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി എത്ര ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു?
1009 ഉദ്യോഗാർത്ഥികൾ. ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഏതാണ്ട് 10 ലക്ഷത്തിനടുത്താണ് കുട്ടികൾ അപ്ലൈ ചെയ്തത്. അതിൽ നിന്ന് 1009 കാൻഡിഡേറ്റ്സിനെയാണ് സിവിൽ സർവീസ് പരീക്ഷ 2024 ഫലപ്രഖ്യാപനത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് ഫൈനൽ റിസൾട്ടിൽ 1009 പേർ ആണ് പാസ്സായിട്ടുള്ളത്. പ്രിലിമിനറി, മെയിൻ, അത് കഴിഞ്ഞ പിന്നെ ഇന്റർവ്യൂവിൽ. 2024 സിവിൽ സർവീസ് പരീക്ഷയുടെ അന്തിമ പട്ടികയിൽ 33-ാം റാങ്ക് നേടി കേരളത്തിൽ ഒന്നാമതെത്തിയത് ആരാണ്? ആൽഫ്രഡ് തോമസ്. പാലാ സ്വദേശിയായിട്ടുള്ള ആൽഫ്രഡ് തോമസ് ആണ് കേരളത്തിൽ ഏറ്റവും ടോപ്പർ. അതായത് 33-ാമത്തെ റാങ്ക് ആണ് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 33rd റാങ്ക്. പാലാ സ്വദേശിയായിട്ടുള്ള ആൽഫ്രഡ് തോമസ്. അദ്ദേഹം പഠിച്ചതും വളർന്നതും എല്ലാം ന്യൂഡൽഹിയിലാണ്. 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ള എത്ര ഉദ്യോഗാർത്ഥികൾ വിജയിച്ചു? 54 കേരളൈറ്റ്സ് ആണ് ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ളത്. ആകെ 1009 പേരാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് ശക്തി ദുബെയാണ്, പ്രയാഗ്രാജിലുള്ള ശക്തി ദുബെ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, RBI പെർമിറ്റ്സ് മൈനർ എബോവ് 10 ടു ഓപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻഡിപെൻഡന്റ്ലി. 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ RBI അനുമതി നൽകി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 10 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് സേവിങ്സ്, ടേം ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ സ്വതന്ത്രമായി തുറക്കാനും പ്രവർത്തിപ്പിക്കാനും ഇപ്പോൾ ഏത് ബാങ്കാണ് അനുവദിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. 10 ഇയേഴ്സ് ആൻഡ് എബോവ്, ആ ഒരു പ്രായത്തിൽ സ്വന്തമായിട്ട് ഒരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ടേം ഡെപ്പോസിറ്റ് അതും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ഏജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ RBI എല്ലാ ബാങ്കുകൾക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് 10 ഇയേഴ്സ് ആണ് ഇനിയിപ്പോൾ സ്വതന്ത്രമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മിനിമം ഏജ്. 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് എല്ലാ ബാങ്കുകളിലും സ്വതന്ത്രമായി അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ഏത് തീയതി മുതൽ അനുവാദം നൽകും? 2025 ജൂലൈ 1. RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ വരുന്ന ജൂലൈ 1 മുതൽ 10 വയസ്സ് അതിൽ മുകളിലുള്ള കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്തതിനു വേണ്ടി സ്വതന്ത്രമായിട്ട് ഓപ്പൺ ചെയ്തതിനു വേണ്ടിയുള്ള അനുവാദം നൽകി കഴിഞ്ഞിരിക്കുകയാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ഇമ്പോസസ് എ 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി ഓൺ സം സ്റ്റീൽ പ്രോഡക്ട്സ്. ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 12% സുരക്ഷാ തിരിവ് ചുമത്തുന്നു. സ്റ്റീൽ പ്രോഡക്ട്സ് ആയി ബന്ധപ്പെട്ട, ഇമ്പോർട്ടിംഗ് ആയി ബന്ധപ്പെട്ട, അതായത് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലേക്കുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് എത്ര ശതമാനം സേഫ് ഗാർഡ് ഡ്യൂട്ടിയാണ് ചുമത്തിയത്? 12%, 12%. സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അതിനെ സംരക്ഷിക്കുക, പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അത് വിറ്റുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ഐറ്റംസിന് ഇമ്പോർട്ടിംഗ് ഡ്യൂട്ടി ചുമത്തുമ്പോൾ അതിനെ പറയുന്നതാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. അത് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ സേഫ് ആകുന്നതിന് വേണ്ടി, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ സ്റ്റീൽ പ്രൊഡക്ട്സിൽ 12% സേഫ് ഗാർഡ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ചുമത്തിയിട്ടുള്ളത്. നോൺ അലോയ് സ്റ്റീൽ ഫ്ലാറ്റ് ഉൽപ്പന്നങ്ങൾക്ക് 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി ശുപാർശ ചെയ്ത ഡയറക്ടറേറ്റ് ഏതാണ്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ്, DGTR. ഇന്ത്യയിലെ, അതായത് ഓരോ മേഖലയിലും വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഡയറക്ടറേറ്റ് ആണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ്. ഇത് ട്രേഡ് ആയി ബന്ധപ്പെട്ട ഒരു ഡയറക്ടറേറ്റ് ആണ്. ഇവരുടെ ഒരു റെക്കമെൻഡേഷനിലാണ്, അതായത് ഇന്ത്യയിലെ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ട് കാരണം ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റം, ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ പ്രൊഡക്റ്റ് ഇവിടത്തേക്കാളും വില കുറവ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റീൽ കമ്പനികൾക്ക് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടിംഗ് ഡ്യൂട്ടി 12% സേഫ് ഗാർഡ് ഡ്യൂട്ടി അത് ചുമത്തിയിട്ടുള്ളത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് ഇന്ത്യ 2025 ഏപ്രിൽ 21 നോൺ അലോയ് സ്റ്റീൽ ഫ്ലാറ്റ് ഉൽപ്പന്നങ്ങൾക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത്? US ചൈന ട്രേഡ് വാർ. US ചൈനയുടെ ട്രേഡ് വാർ മൂലമാണ്. അതായത് നമുക്കറിയാം, ഈ അടുത്ത് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ട് ആയിട്ടുള്ള താരിഫിൻ്റെ
വളരെ വലിയൊരു താരിഫ് ആണ് ചൈന പ്രൊഡക്ട്സിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചൈനയും US പ്രൊഡക്ട്സിനെ ചൈനയിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു താരിഫ് ആണ് ചുമത്തിയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ, ഇതുമായി ബന്ധപ്പെട്ടാണ് ചൈന ഇന്ത്യയിലേക്ക് സ്റ്റീൽ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനെ ഒന്ന് തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യ 12% ചുമത്തിയിട്ടുള്ളത്. കാരണം ടു പ്രൊട്ടക്ട് ഇന്ത്യൻ പ്രൊഡക്ട്സ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് എർത്ത് ഡേ ഈസ് ബീങ് സെലിബ്രേറ്റഡ്. ലോക ഭൗമദിനം ആഘോഷിക്കുന്നു. വേൾഡ് എർത്ത് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലോകമെമ്പാടുമുള്ള ആളുകൾ ഭൗമദിനം ആഘോഷിക്കാൻ ഏത് തീയതിയിലാണ് ഒന്നിക്കുന്നത്? ഏപ്രിൽ 22. ഏപ്രിൽ 22 ഇന്നലെ വേൾഡ് എർത്ത് ഡേ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഏപ്രിൽ 22 തീയതിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഏത് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 2025 ലോക ഭൗമദിനം? പുനരുപയോഗ ഊർജത്തിനായി ഒന്നിക്കാനും 2030 ആകുമ്പോഴേക്കും ശുദ്ധമായ ഊർജം 3 ഇരട്ടിയാക്കാൻ ശ്രമിക്കാനും ആഹ്വാനം ചെയ്യുന്നത്. അവർ പവർ അവർ പ്ലാനറ്റ്. 2025 വേൾഡ് എർത്ത് ഡേയുടെ തീം ആണ് അവർ പവർ അവർ പ്ലാനറ്റ്. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ എനർജിയെ ബന്ധപ്പെട്ടാണ്. 2030 ആകുമ്പോഴേക്കും, അതായത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയെ, അതുപോലെ തന്നെ ലോകമെമ്പാടും അതിന് റിന്യൂവബിൾ എനർജിയുടെ ആ ഒരു സ്വാധീനം വളരെ ഹൈ ലെവലിൽ എത്തുകയും കാർബണിന്റെ പ്രസൻസ് അത് കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. റിന്യൂവബിൾ എനർജിയെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഈ പ്രാവശ്യത്തെ അവർ പവർ അവർ പ്ലാനറ്റ് എന്ന തീം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ഡോക്ടർ മംഗിലാൽ ജാട്ട് ടേക്സ് ചാർജ് ആസ് സെക്രട്ടറി ഡെയർ ആൻഡ് ICAR DG. ഡോക്ടർ മംഗിലാൽ ജാട്ട് DARE ICAR ഡയറക്ടർ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. എന്താണ് DARE, അതുപോലെ തന്നെ എന്താണ് ICAR എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയും ICAR ഡയറക്ടർ ജനറലിന്റെയും ചുമതല ആരാണ് ഏറ്റെടുത്തത്? ഡോക്ടർ മംഗിലാൽ ജാട്ട്. ഡെയർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതിന്റെ സെക്രട്ടറിയും ICAR അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഡോക്ടർ മംഗിലാൽ ജാട്ട് ചുമതല ഏറ്റെടുത്തു. ഡോക്ടർ മംഗിലാലിന് മുമ്പ് ഡെയറിന്റെ സെക്രട്ടറിയും ICARന്റെ ഡയറക്ടർ ജനറലും ആരായിരുന്നു? ഹിമാൻഷു പാഠക്. ഹിമാൻഷു പാഠക് വോളണ്ടറിലി റിട്ടയർമെന്റ് എടുത്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയുടെ ഡോക്ടർ മംഗിലാൽ ജാട്ടിനെ ഡെയറിന്റെയും അതുപോലെ തന്നെ ICARന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ച കാര്യം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ്? കൃഷിഭവൻ, ന്യൂഡൽഹി. ICAR എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് കൃഷിഭവൻ, ന്യൂഡൽഹി. അതുപോലെ തന്നെ ഡെയർ എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.